ഒരു നിഗൂഢത നിറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ പോകുന്നുള്ളത്. നമ്മുടെ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് താഴെ ബേസ്മെൻറ്റ്, അതിന് താഴെയാണ് ഈ കെല്ലർ വരുന്നത്. ഈ ജർമ്മനി, സ്വിറ്റ്സർലാൻഡ്, ഓസ്ട്രിയ പോലുള്ള തണുത്ത രാജ്യങ്ങളിലൊക്കെ ഒരു സ്റ്റോറേജ് സ്പേസിനായിട്ടുള്ള ഒരു സെറ്റപ്പാണ് ഈ കെല്ലർ എന്ന് പറയുന്നത്. ഒറ്റയ്ക്ക് പോകാൻ പേടിയുള്ളത് കൊണ്ട് തന്നെ പരിവാരങ്ങളെയും കൂട്ടിയാണ് പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് തുറന്ന് ഇവിടെ ലൈറ്റ് ഇടാം. ഇതാണ് ഇപ്പോൾ കെല്ലർ. അതായത് ഒരു 10 നില ബിൽഡിംഗ് ആണെങ്കിൽ അതിലൊരു ഏകദേശം ഒരു 50ഓളം അപ്പാർട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിൽ ഓരോ അപ്പാർട്ട്മെൻറ്റിനും ഓരോ സ്റ്റോറേജ് സ്പേസ് ഉണ്ടാവും. ഇതിൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യാത്ത സാധനങ്ങളൊക്കെ ഇവിടെയാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ക്രിസ്മസ് ട്രീ എടുക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ സമ്മറിൽ ഉപയോഗിച്ച ഫാൻ ആണെങ്കിൽ പാക്ക് ചെയ്ത് നമ്മൾ സമ്മർ കഴിയുമ്പോൾ അവിടെ കൊണ്ടുപോയി വെക്കും. അങ്ങനെ നമ്മുടെ സ്റ്റോറേജ് സ്പേസിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഓരോ 2 മിനിറ്റിനും ഇവിടുത്തെ ലൈറ്റ് ഓഫ് ആവും. ഇത്ര ഇരുട്ടുള്ള സ്ഥലത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലൈറ്റ് ഓഫ് ആവുന്നത് എന്നെപ്പോലെ ഒരു ധൈര്യശാലിക്ക് അത്ര പിടിക്കാത്തൊരു സംഭവമാണ്. ഈ ഒരു കെല്ലർ കാണുമ്പോൾ സ്വാഭാവികമായും തോന്നുന്നൊരു ഡൗട്ടാണ്, ഈ കെല്ലറും ബങ്കറും ഒന്നാണോ എന്ന്. വേൾഡ് വാറിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഇപ്പോൾ റീസെൻ്റ്ലി റഷ്യ ഉക്രൈൻ വാറിൻ്റെ സമയത്തൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പലരും ബങ്കറിൽ സേഫ് ആണെന്ന്. പക്ഷേ ഈ ബങ്കർ എന്ന് പറയുന്നത് ശരിക്കും ഒരു അക്കോമഡേഷനുള്ള സ്ഥലമാണ്. നേരെ മറിച്ച് കെല്ലർ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു സ്റ്റോറേജ് സ്പേസ് മാത്രമാണ്. അപ്പോൾ ഇതാണ് കെല്ലർ. ഹോണസ്റ്റ്ലി പറയുകയാണെങ്കിൽ ഇത്രയും വർഷമായിട്ട് ഞാൻ ഈ കെല്ലറിലോട്ട് ഒറ്റയ്ക്ക് വന്നിട്ടില്ല. കാണുമ്പോൾ നിങ്ങൾക്കും തോന്നുന്നില്ല ഒരു നിഗൂഢത നിറഞ്ഞ സ്ഥലമാണെന്ന്. അപ്പോൾ ശരി, നമ്മൾ ക്രിസ്മസ് ട്രീ ഒക്കെ സെർച്ച് ചെയ്ത് നമ്മൾ നേരെ തിരിച്ച് റൂമിലോട്ട് പോവുകയാണ്. മറ്റു വിശേഷങ്ങളുമായി വീണ്ടും വരാം. ബൈ.